എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഫിഷ് കബാബിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് കുറച്ച് പുതിനയില, ഒരു കഷ്ണം ഇഞ്ചി, 5-6 അല്ലി വെളുത്തുള്ളി, എരിവിനനുസരിച്ച് പച്ചമുളക്. എരിവിന് കുറച്ച് പച്ചമുളക് ചേർക്കുക, പിന്നീട് നമ്മൾ കുരുമുളക് ചേർക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത കൂട്ടാണിത്. ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി ഞാൻ ചേർക്കുവാണ്. കുരുമുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് കുരുമുളക് ഇട്ട് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കണം. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ നീരിൻ്റെ അളവ് കുറയ്ക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ക്യൂബായിട്ട് കട്ട് ചെയ്ത മീൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് ഫ്രിഡ്ജിൽ നമ്മൾ വെക്കണം. കുറച്ച് സമയം അധികം വെക്കുന്നെങ്കിൽ അത്രയും നല്ലതാണ്. അതിനുശേഷം നമ്മൾ എടുത്തിട്ട് കബാബിൻ്റെ സ്റ്റിക്കിലോട്ട് ഇത് കോർത്തെടുക്കും. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവോളയോ തക്കാളിയോ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് അത് വേണമെങ്കിലും ഈ മസാലയിൽ ചേർത്ത് ഫിഷിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ തക്കാളിയും സവോളയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ ഫിഷ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ വേണം നമ്മൾ കബാബിൻ്റെ സ്റ്റിക്കിലേക്ക് കോർത്തെടുക്കാനായിട്ട്. ഇതാണ് നമ്മളിനി പാനിലോട്ട് വെച്ച് കൊടുക്കുന്നത്. അതിനായിട്ട് നമുക്ക് പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരല്പം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കണം. ഇത് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഗ്യാസ് മീഡിയം ഫ്ലെയിമിലോട്ടാക്കണം. ഒരുപാട് തീ കൂടുകയും ചെയ്യരുത്, കുറയുകയും ചെയ്യരുത്. ഇത് ഓരോന്നും കുറച്ച് ഗ്യാപ്പിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇത് ചൂട് തട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് അല്പം വെള്ളം ഊറി ഇറങ്ങി വരും. അതിൽ കിടന്ന് വേണം ഇത് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട്. അപ്പം ഒരു സൈഡ് ആയി കഴിയുമ്പോഴത്തേക്ക് പതുക്കെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കുക. ഒരു സൈഡ് മുഴുവനും മൂക്കാനായിട്ട് നിൽക്കേണ്ട, ഒരുവിധം ആയി കഴിയുമ്പോൾ പതുക്കെ തിരിച്ച് വെച്ച് കൊടുക്കണം. അങ്ങനെ 4 സൈഡും നമ്മൾ ഇതുപോലെ വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പം വെന്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ വെള്ളം നന്നായിട്ട് വറ്റുകയും ചെയ്യും. അപ്പോഴാണ് ശരിക്കും നമുക്ക് കബാബിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പം നെയ്മീൻ ഇല്ല എന്നുണ്ടെങ്കിൽ മത്തി, അയില അതുപോലുള്ളതൊക്കെയാണ് ഞങ്ങൾക്ക് ഉള്ളതെങ്കിൽ കബാബിൻ്റെ സ്റ്റിക്കിൽ നമുക്ക് കോർക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് വരഞ്ഞതിന് ശേഷം ഈ മസാലക്കൂട്ട് അതിനകത്തേക്ക് നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം തവയിൽ വെച്ച് എണ്ണ ഒഴിച്ചിട്ട് 2 സൈഡും ഗ്രില്ല് ചെയ്തെടുത്താൽ നല്ലതാണ്. ചിക്കനും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അതും നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ മസാലയിൽ ചെയ്ത് വന്നാൽ. ഇതിപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. സാധാരണ നമ്മൾ ഫിഷൊക്കെ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യാറുള്ളത്. ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ മാതിരി മസാലയെല്ലാം എണ്ണയിൽ കിടന്ന് മൂത്ത് അത് കരിഞ്ഞു വരും. അപ്പോൾ അതത്രയും നമുക്ക് ഹെൽത്തിന് നല്ലതല്ല. അതുകൊണ്ട് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാം ഈ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. 4 സൈഡും അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്ര ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് കഴിക്കാൻ പറ്റുന്നത്, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. ചപ്പാത്തിയുടെ കൂടെ കുറച്ച് സലാഡ് കൂടെ ഉണ്ടാക്കുക, അതൊരു സൈഡായിട്ട് വെക്കുക, അതും കൂട്ടി കഴിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമുക്ക് കാണാം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി. നന്ദി, നമസ്കാരം.